ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ്, പ്രോപ്പർട്ടീസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. സം വരുമ്പോൾ, രണ്ട് ഫങ്ഷൻസ് തമ്മിൽ സം വരുമ്പോൾ എങ്ങനെയാ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഡിവിഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ, കോൺസ്റ്റന്റ് ടേം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് എല്ലാം അറിഞ്ഞാലേ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കൂ. ആദ്യത്തെ ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 1. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോ എക്സ് എവിടേക്കാണ് ടെൻഡ് ചെയ്യണത്? 2. അപ്പൊ എക്സ് ഉള്ള ഭാഗത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 2 ക്യൂബ് പ്ലസ് 3 into 2 plus 1 which is equal to 2 cube. 2 cube പറഞ്ഞു കഴിഞ്ഞാൽ 8 plus 6 plus 1 which is equal to 8 plus 6 plus 1 15. ഇതാണ് ആൻസർ. Then question number 2. Limit x tends to 1, 5x square minus 2x plus 1 which is equal to x എവിടേക്കാ ടെൻഡ് ചെയ്യുന്നത്? 1. അപ്പൊ x ഉള്ള ഭാഗത്ത് 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നോക്കൂ, 5 into x എവിടേക്ക് ടെൻഡ് ചെയ്യണു? 1ലേക്ക്. അപ്പൊ 1 സ്ക്വയർ മൈനസ് 2 into 1 plus 1 which is equal to 5 minus 2 plus 1. 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3. 3 plus 1. Answer is 4. Then question number 3. Limit x tends to 0 x minus 1 whole square plus 5. അപ്പൊ നോക്ക, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറും പ്ലസ് 5ഉം. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോം. അപ്പൊ ഇതിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5. അതായത് രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പൊ നോക്ക, എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യണു? 0ലേക്ക്. അപ്പൊ എക്സ് ഉള്ളിടത്ത് 0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണോ? 0 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5. നോക്കൂ, ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്ത് പ്രോപ്പർട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഈക്വൽ ടു കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ 0 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1ന്റെ സ്ക്വയർ എന്ത് വരും? 1 പ്ലസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 6 ആണ് ആൻസർ. Then question number 4. Limit x tends to 0 x plus 2 divided by 2x plus 3. അപ്പൊ നോക്ക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ലിമിറ്റ് x tends to 0
x plus 2 divided by limit x tends to 0 2x plus 3. ന്യൂമറേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എവിടേക്കാ ടെൻഡ് ചെയ്യുന്നത്? സീറോയിലേക്ക്. അപ്പൊ ഇവിടെ ഉള്ള ടേമില് എക്സ് ഉള്ള പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 0 plus 2 divided by 2 into ഇവിടെ എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യണോ? സീറോയിലേക്ക്. അപ്പൊ എക്സ് ഉള്ള പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുക, പ്ലസ് 3 which is equal to 0 plus 2 എത്രയാണ്? 2 divided by 2 into 0 0 plus 3 3. So which is equal to 2 by 3 ആണ് ആൻസർ. Then question number 5. Limit x minus 1 divided by x plus 1. നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണു. Limit x tends to 1 x minus 1 ന്യൂമറേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to 1 ഡിനോമിനേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എവിടേക്കാ ടെൻഡ് ചെയ്യുന്നത്? 1ലേക്ക്. അപ്പൊ എക്സ് ഉള്ള ഭാഗത്ത് എന്ത് ചെയ്യാ? എക്സിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാ. അപ്പൊ 1 minus 1 ഡിവൈഡഡ് ബൈ ഇവിടെയും എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യണു? 1ലേക്ക് ടെൻഡ് ചെയ്യണു. എക്സ് ഉള്ള ഭാഗത്ത് എക്സിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 plus 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 by 2. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 0. നോക്കൂ, ഡിവിഷൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഫങ്ഷൻസ് ആണെങ്കിൽ അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ഈ 4 രൂപത്തിൽ ഏതെങ്കിലും ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അതായത് ന്യൂമറേറ്ററിൽ ഏതെങ്കിലും ഒരു നമ്പർ താഴെ ഇൻഫിനിറ്റി ആണെങ്കിൽ 0 ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ന്യൂമറേറ്ററിൽ ഏതെങ്കിലും ഒരു നമ്പറും ഡിനോമിനേറ്ററിൽ 0 വന്നാല് ഇൻഫിനിറ്റി ആയിരിക്കും ആൻസർ. ഇനി തേർഡ് കണ്ടീഷൻ ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റിയും ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ ഇൻഫിനിറ്റി. നാലാമത്തെ കണ്ടീഷൻ ന്യൂമറേറ്ററിൽ 0യും ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ ആൻസർ 0 ആണ്. അപ്പൊ ഒന്നുകൂടെ പറയണു, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ 0 ആണ്, ഡിനോമിനേറ്ററിൽ 0 ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ്. ആദ്യത്തെ റോയിലുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ റോയില് ഇൻഫിനിറ്റിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഫിനിറ്റി ആണ്, 0നെ എ കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ്. അപ്പൊ ഈ നിയമങ്ങൾ അറിഞ്ഞാലേ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. Then next question, limit x tends to 0 x cube minus x square divided by x minus 1. നേരത്തെ പറഞ്ഞ സെയിം റൂള്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 0 x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 0 എക്സ് മൈനസ് 1. ന്യൂമറേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. Then which is equal to x എവിടേക്കാ ടെൻഡ് ചെയ്യണത്? 0യിലേക്ക്. അപ്പൊ x ഉള്ള ഭാഗത്തൊക്കെ 0 എന്ന് അപ്ലൈ ചെയ്യണു. അപ്പൊ 0 ക്യൂബ് മൈനസ് 0 സ്ക്വയർ, 0 ക്യൂബ് പറഞ്ഞാലും 0 സ്ക്വയർ പറഞ്ഞാലും ആൻസർ 0 ഡിവൈഡഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 0 x 0യിലേക്കാണ് ടെൻഡ് ചെയ്യണത്. x ന്റെ വാല്യൂ അപ്പൊ എന്തിട്ട് കൊടുക്കും? 0 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 by -1. 0നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഇനി ഇതേ ഫംഗ്ഷന് വേറൊരു വിധത്തിലും കൂടി ചെയ്യാൻ പറ്റുന്നത്, രണ്ട് ഭാഗത്തും, അതായത് ഫസ്റ്റ് ടേമും എക്സ് ആണ്, സെക്കൻഡ് ടേമും എക്സ് ആണ്. ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് എത്ര എണ്ണം ഉണ്ട്? എക്സ് സ്ക്വയർ കോമൺ ആണ്.
ഞാൻ എക്സ് സ്ക്വയറിന് വെളിയിലെടുത്തു. എക്സ് സ്ക്വയർ വെളിയിലെടുത്തു കഴിഞ്ഞാല് പിന്നെ ഇവിടെ എത്ര എക്സ് ഉണ്ട്? ഒരു എക്സ്. അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് എന്ത് കിട്ടുക? എക്സ് ക്യൂബ് കിട്ടുക. മൈനസ് ഇവിടെ എക്സ് സ്ക്വയറിന് ഞാൻ വെളിയിലെടുത്തു, പിന്നെ ആരേ ഉള്ളൂ? 1 ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? താഴത്ത് എക്സ് മൈനസ് 1 ഉള്ള ടേം ഉണ്ട്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നെയാണ്. സെയിം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പൊ ഇതിനെ ഇങ്ങനെയാക്കി മാറ്റി. ഇനി നോക്കൂ, ന്യൂമറേറ്ററിലും എക്സ് മൈനസ് 1 ഉള്ള ടേം ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് 1 ഉള്ള ടേം ഉണ്ട്. കട്ട് ചെയ്തു. അപ്പൊ ഇത് എന്തായി മാറി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയറിനായി മാറി. ഈ രണ്ട് ടേം കട്ട് ചെയ്തു, പിന്നെ ആരേ ഉള്ളൂ? എക്സ് സ്ക്വയറേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോ എന്താവും? 0 സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ അതായത് ഒന്നുകിൽ ഈ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെക്കൻഡ് മെത്തേഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. 7th ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4x square plus 5 divided by x square. അതായത് ഡിനോമിനേറ്ററില് ഒരു ടേമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4x സ്ക്വയറിന് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ടേമേ ഉള്ളെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാണ്. 4x സ്ക്വയറിന് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണു, പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ? ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ എങ്കിൽ കേട്ടോ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇവ രണ്ടു പേർക്കും ബാധകമാണ്, കോമൺ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും എക്സ് സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് സ്ക്വയർ ഉണ്ട്. കട്ട് ചെയ്തു. പിന്നെ എന്തേ ഉള്ളൂ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 ബൈ എക്സ് സ്ക്വയറേ ഉള്ളൂ. ഇനി ആ പ്രോപ്പർട്ടിയിൽ പറയണ്ടേ, കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് മാത്രമായിരിക്കും, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് 5 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്തു? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തു. അപ്പൊ 5 ബൈ ഇൻഫിനിറ്റി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4. 5 ബൈ ഇൻഫിനിറ്റി എന്താണ്? 0. 8 ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4x square plus 2 divided by x cube. അപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ടേമേ ഉള്ളൂ എങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4x square by x cube എന്നും രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണു, പ്ലസ് 2 by x cube. അങ്ങനെ രണ്ട് ടേം ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. Which is equal to limit x tends to infinity 4x square by x cube plus limit x tends to infinity 2 by x cube. ലിമിറ്റ് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ എക്സ് ക്യൂബാണ്. അപ്പൊ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും കൂടെ കട്ട് ചെയ്തു ഡിനോമിനേറ്ററിൽ. അപ്പൊ ആരേ ഉള്ളൂ? ഒരു എക്സ് ആണ് ഉള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4 ബൈ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ എക്സ് ക്യൂബ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്തു? ഇൻഫിനിറ്റിയിലേക്ക്. അപ്പൊ എന്തായി മാറി നോക്കൂ, 4 ബൈ ഇൻഫിനിറ്റി പ്ലസ് 2 ബൈ ഇൻഫിനിറ്റി ക്യൂബ്. നോക്കൂ, 4 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്, 2 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും 0 ആണ്. ആൻസർ ഈസ് 0. ക്വസ്റ്റ്യൻ നമ്പർ 9.
limit x tends to 0, 3x square plus 4x cube divided by 2x. സെയിം റൂള്. ഡിനോമിനേറ്ററിൽ ഒറ്റ ടേമേ ഉള്ളൂ, 2x എന്നുള്ള ഒറ്റ ടേം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? ലിമിറ്റ് x ടെൻസ് ടു 0, 3x സ്ക്വയർ ബൈ 2x പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു 0, 4x ക്യൂബ് ബൈ 2x. രണ്ടെണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരൊറ്റ ടേമേ ഉള്ളൂ എങ്കിൽ ഇങ്ങനെ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് 2 തവണയുണ്ട്, ഇവിടെ 1 തവണയുണ്ട്. അപ്പോ കട്ട് ചെയ്ത് മാറ്റുമ്പോ 3/2 എക്സ് പ്ലസ് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 4/2. ഇവിടെ എക്സ് 3 തവണയുണ്ട്, ഡിനോമിനേറ്ററിൽ 2 തവണ, സോറി ഡിനോമിനേറ്ററിൽ 1 തവണ. എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ന്യൂമറേറ്ററിൽ എക്സ് 3 തവണയും ഡിനോമിനേറ്ററിൽ 1 തവണയും. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോ എന്തായി കിട്ടും? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്തു? 0യിലേക്ക് ടെൻഡ് ചെയ്തു. നോക്കൂ, 3/2 ഇൻറ്റു 0 പ്ലസ് 4/2 ഇൻറ്റു 0 സ്ക്വയർ. 0 സ്ക്വയർ ഈസ് 0. 3/2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, 4/2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, 0 പ്ലസ് 0 ഈക്വൽ ടു 0. ഇനി സെയിം ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെ കൂടി ചെയ്യാം. എങ്ങനെ ചെയ്യാം? തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ എക്സ് 2 തവണയുണ്ട്, തൊട്ടുള്ള ടേമിൽ എക്സ് 3 തവണയുണ്ട്. അപ്പൊ ഇവ രണ്ടിലും വെച്ചിട്ട് കുറവ് എവിടെയാണ്? ഫസ്റ്റ്. അപ്പൊ എക്സ് സ്ക്വയറിന് ഞാൻ വെളിയിലെടുത്തു. അപ്പൊ പിന്നെ ആരേ ഉള്ളൂ? എക്സ് സ്ക്വയർ വെളിയിൽ വന്നാൽ ഫസ്റ്റ് ടേമിൽ 3 ഉണ്ട്, ഈ പ്ലസ് അതുപോലെ പ്ലസ് ആണ് ഇട്ട് കൊടുത്തു. 4 തന്നെയാണ്. എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ വെളിയിൽ വന്നു. അപ്പൊ ഇനി എന്തുണ്ട്? 1 എക്സ് ആണ് ഉള്ളത്. ഡിവൈഡഡ് ബൈ എന്താണ്? 2x. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണോ? ഇനി ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ 1 എക്സ് ഉണ്ട്, കട്ട് ചെയ്തു. അപ്പൊ റിമൈനിങ് 1 എക്സ് കിടപ്പുണ്ട്. 3 പ്ലസ് 4x ഡിവൈഡഡ് ബൈ എന്താണ്? 2 ആണ്. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പൊ എക്സ് ഉള്ളടത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 0 ഇൻറ്റു 3 പ്ലസ് 4x, എക്സ് എന്തായി? 0 ആയി കേട്ടോ. ഡിവൈഡഡ് ബൈ എക്സ് 0 ആയി, ഡിവൈഡഡ് ബൈ 2. അതായത് 0 ഇൻറ്റു ഏതൊരു ക്വാണ്ടിറ്റി, ഏതൊരു മാറും? 0 ഇൻറ്റു ആൻസർ എത്രയാ? 0. ഇങ്ങനെ ചെയ്താലും ഈ ടൈപ്പിൽ ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായി മാറും നോക്കൂ? 0 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക? ആൻസർ 2 ഡിവൈഡഡ് ബൈ 0 സ്ക്വയർ, 0 പ്ലസ് 0 0. ഇപ്പൊ 2/0, 2/0 എന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 11. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പൊ സെയിം മെത്തേഡില് ന്യൂമറേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, 2 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2. എക്സ് ഉള്ളിടത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാല് 4 ആണ്. 4 മൈനസ് 4 മൈനസ് 2. അപ്പൊ 4 മൈനസ് 4 എന്ന് വെച്ചാല് 0 ബൈ 2 മൈനസ് 2 എന്ന് വെച്ചാല് 0. അതായത് 0/0 ആയി.
0/0നെ നമ്മൾ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുക. അപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോമില് വരുമ്പോൾ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുക. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. If you like the video, please subscribe and press the bell icon.